സോ റീനീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് മക്കളെ. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താണ് എക്സാം നടക്കാൻ പോകുന്നത്, അതിൻ്റെ എക്സാം ഡേറ്റ് എന്താണ്, അതേപോലെ എക്സാം ടഫ് ആകും, ഡിഫിക്കൽട്ട് ആകും എന്നൊക്കെയുള്ള കുറേ റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മക്കളോട് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എന്തായാലും എക്സാം നടക്കാൻ കുറച്ച് ഡേയ്സ് എടുക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് അലോട്ട് ചെയ്യണം. അതേപോലെ ഓരോ സെൻറ്റേഴ്സിലേക്കും ഗൾഫിൽ ഉൾപ്പെടെ നിരവധി സെൻറ്റേഴ്സിൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഓരോ സെൻറ്റേഴ്സിലേക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്തിക്കണം. ആൻഡ് നീറ്റിന്റെ എത്രയധികം ടാസ്കും കാര്യങ്ങളും ഉണ്ട് ആ ഒരു എക്സാമിനേഷന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് എന്തായാലും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. സോ 1 month എങ്കിലും അല്ലെങ്കിൽ ഒരു 2 to 3-4 weeks എങ്കിലും നമ്മൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം, എക്സാമിന്റെ ഡേറ്റ് എന്നാണ്, സെന്റർ ഏതാണ്, ഇതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആവാതെ നമ്മൾ ഓരോ സെക്കൻഡും എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇപ്പോൾ കുറേ അധികം കുട്ടികൾ വിഷമത്തിലാണ്. കാരണം അവരൊരു വലിയ സ്കോർ എക്സ്പെക്ട് ചെയ്ത് ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. കുറേ അധികം കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്ന കുറേ അധികം വിദ്യാർത്ഥികളുമുണ്ട്. ഈ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനോടും പറയാനുള്ളത്, ഇനി നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. ഈ ഒരു എക്സാം എഴുതുക, ഈ വർഷം സീറ്റ് ഉറപ്പിക്കുക, നമ്മൾ ആഗ്രഹിച്ച മെഡിക്കൽ സീറ്റിലേക്ക് എത്തുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വരീഡ് ആയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല മക്കളെ. നിങ്ങൾ ഡേറ്റിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനോ കാര്യങ്ങളോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ ടൈം കളയരുത്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കാൻ നിൽക്കാതെ മാക്സിമം നിങ്ങൾ പുതിയ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് തരാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിഷമമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൗൺസിലിംഗ് ടീമുണ്ട്. ഈ ഒരു ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ മെൻ്റൽ സപ്പോർട്ടും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാം. അങ്ങനെ മക്കൾക്ക് വേണ്ട എല്ലാ മെൻ്റൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അക്കാഡമിക് ലെവലിൽ നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടൊരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്കൊരു റിവിഷൻ ആയിട്ട് കരുതാം. ടോട്ടലി ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഒരു ടൈമിൽ നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്. വേറെ ഏതെങ്കിലും രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു ടൈം മെനക്കെടുത്തണമെന്നില്ല. ബട്ട് ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ലൈവ് സെഷൻസ്, ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഈവനിങ് ടൈമിൽ ഉണ്ടായിരിക്കും. ടീച്ചേഴ്സുമായിട്ട് ആ ക്വസ്റ്റ്യനിലെ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് ലൈവിൽ തന്നെ ചോദിക്കാവുന്നതാണ്. അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അതിന് ആൻസർ കീയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ മക്കൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അല്ലാത്ത കുട്ടികൾ, വേറെ എന്തെങ്കിലും സോഴ്സ് ഉള്ള കുട്ടികൾ ആ ഒരു സോഴ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും ക്രൂഷ്യലാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് പോലും കളയരുത്. പഴയ സെന്റേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത. ഒപ്റ്റ് ചെയ്തിരിക്കുന്ന സെന്റേഴ്സ് തന്നെയാണ് കിട്ടാനുള്ള സാധ്യത. അപ്പം ഇനി കുറച്ച് ദിവസങ്ങൾ നീറ്റ് എക്സാമിന് ഉണ്ടാകും. ഒരു തവണ കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ്. ഓൾറെഡി നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്ത കുട്ടികൾ വിഷമിക്കരുത്. നമുക്ക് ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ്. നമ്മളൊന്നും കൂടെ പെർഫോം ചെയ്യുക. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. സോ നന്നായി പെർഫോം ചെയ്യുക മക്കളെ, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.